ആ ഡോർമെലിന് എഴുതി വെച്ചിട്ടുണ്ട് തള്ളുകളാണ്. അത് കണ്ടിട്ട് ആണോ അങ്ങനെ ചിന്തകളൊക്കെ ഉണ്ടാവും അല്ലെ? ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. നമ്മളുടെ മലയാളികളുടെ ഒരു പ്രശ്നം അതാണ്. ഒന്നും അങ്ങ് വിശ്വസിക്കില്ല. ആദ്യം ഒന്നിങ്ങനെ നോക്കി നിൽക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് അടുത്ത് പോയി നോക്കും, പിന്നെ ഒന്ന് തൊട്ട് നോക്കും, പിന്നെ ഒന്ന് എടുത്തു നോക്കും, പിന്നെ ഒന്ന് കഴിച്ചു നോക്കും. പക്ഷെ ഇഷ്ടപ്പെട്ടാൽ മലയാളി പിന്നെ അത് വിടൂല്ല. അത് അങ്ങനെയാണ് ഉണ്ടാവുക. അത് നമ്മളെ കുറ്റമല്ല, അത് നമ്മളൊരു എന്താണ് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്നൊക്കെ പറയും. ഗൾഫിലായിരുന്നു ഒരു 7 വർഷത്തോളം. ഗൾഫ് നിർത്തി നാട്ടിൽ വന്നു. ഒരുപാട് ബിസിനസ്സുകളൊക്കെ ചെയ്തു. മൈസൂർ സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു, നാട്ടിൽ ഹോട്ടൽ ഉണ്ടായിരുന്നു, ഗോൾഡ് കവറിംഗ് ഷോപ്പ് ഉണ്ടായിരുന്നു. അതെല്ലാം വളരെ മനോഹരമായിട്ട് പൊട്ടി. മ്യൂസിക്കിടാലോ. ഇതാണ് ഞാൻ പറഞ്ഞത്, ടിപ്പിക്കൽ മലയാളീസ്. സന്തോഷം. അങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ ഞാൻ ഈ പ്രോഡക്റ്റ് കഴിച്ചിട്ട് റിസൾട്ട് ഉണ്ടോ ഒന്നല്ല. എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അതിനൊരു കച്ചിത്തുരുമ്പ് ഇങ്ങനെ തേടി നടക്കുകയായിരുന്നു. ഗൾഫ് പോയിട്ട് പിന്നെയും ഗൾഫ് പോയി. അന്ന് റബ്ബർ ബന്ധു പോലെ 3 മാസം കൊണ്ട് തിരിച്ചു വന്നു. അങ്ങനെ നിൽക്കുന്ന അവസരത്തിലാണ് എന്റെ സുഹൃത്തിനെ ഞാൻ കണ്ടുമുട്ടുന്നത്. സുഹൃത്ത് എന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ട്, വേണമെങ്കിൽ ഒന്ന് കേൾക്കാമെന്ന് പറഞ്ഞു. മുങ്ങിച്ചാവാൻ പോവാണ്. ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാൽ അത് പിടിച്ച് കയറുക എന്നുള്ളത് ലക്ഷ്യമുള്ളൂ അല്ലെ? അതിൽ ISI മുദ്ര ഉണ്ടോ അല്ലെ? ഒന്നും നോക്കാറില്ല. പക്ഷെ കേറി വന്നപ്പോഴാണ് മനസ്സിലായത് ഇതിൽ എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ടെന്ന്. പ്രൊഡക്റ്റിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കേട്ടു. വിശ്വസിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം. ഞാൻ ചോദിക്കുന്നില്ല. കാരണം എന്നാ പിന്നെ ഈ ഒരു പ്രോഡക്റ്റുകളൊക്കെ ഹോസ്പിറ്റലിൽ കൊടുത്താൽ പോലെ? എന്തിനാ ഡോക്ടർമാർ അല്ലെ? സുഹൃത്തുക്കളെ, നമ്മുടെ പ്രോഡക്റ്റ് ഒന്നും ഒരു മരുന്നല്ല. അതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ പ്രോഡക്റ്റ് എന്താ? ഫങ്ഷണൽ ഹെൽത്ത് ബീവറേജ് കാറ്റഗറിയിൽ വരുന്ന പ്രോഡക്റ്റുകളാണ്. ഹെൽത്ത് സപ്ലിമെന്റുകൾ. എന്തുകൊണ്ട് ഹെൽത്ത് സപ്ലിമെന്റ്? അതാണ് നമ്മുടെ ഇവിടുത്തെ വിഷയം. ഇനി വരാൻ പോകുന്ന $1 ട്രില്യൺ ഇൻഡസ്ട്രി ആകാൻ പോകുന്ന ഒരു മേഖലയാണ് ഹെൽത്ത് ആൻഡ് വെൽനെസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? അതാണ് ചോദ്യം. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഹോസ്പിറ്റലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡോക്ടേഴ്സ് കൂടി വരുന്നു, ഫെസിലിറ്റീസ് കൂടി വരുന്നു, എക്യുപ്മെന്റ്സ് കൂടി വിദേശ നിർമ്മിതമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ കൂടി വരുന്നു അല്ല? മരുന്ന് കമ്പനികൾ കൂടുന്നു, ഡോക്ടേഴ്സ് കൂടുന്നു. രോഗം കൂടുകയാണോ കുറയുകയാണോ? അതിലെന്തോ ഒരു വശപ്പശുണ്ടല്ലോ. ഡോക്ടേഴ്സും ഫെസിലിറ്റിയും മരുന്നും കൂടുന്നതിനനുസരിച്ച് രോഗം കുറയണ്ടേ? വൈ? എന്തുകൊണ്ട് കുറയുന്നില്ല? അവിടെയാണ് വെൽനെസ് എന്ന് പറയുന്ന ഈ ഒരു മേഖലയുടെ റെലവൻസ് വരുന്നത്. പണ്ടൊക്കെ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടില് അസുഖങ്ങൾ ഉണ്ടായിരുന്നു. ഡിഫ്തീരിയ, കോളറ, മലമ്പനി, വസൂരി, പ്ലാക്ക് പോലുള്ള അസുഖങ്ങൾ പകർച്ചവ്യാധികളായിരുന്നു അല്ലെ? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളായിരുന്നു. മരുന്ന് കഴിച്ചാൽ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരും അല്ലെ? പക്ഷെ ഇപ്പോൾ ഉള്ള രോഗങ്ങൾ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾ, ഹാർട്ട് അറ്റാക്ക്, ലിവർ സിറോസിസ്, ബ്രെയിൻ ട്യൂമർ, കിഡ്നി ഫെയിലിയർ, പക്ഷാഘാതം, ക്യാൻസർ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ പോലുള്ള രോഗങ്ങൾ, ഇതെല്ലാം പകർച്ചവ്യാധികളാണോ? ഹലോ, ഹാർട്ട് അറ്റാക്ക് പോരോ? ക്യാൻസർ, ഷുഗർ, പ്രഷർ, എന്ത് അസുഖങ്ങളായാലും പകരുന്ന രോഗങ്ങളില്ല ഇന്ന്. അതൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഉള്ളത് ലൈഫ് സ്റ്റൈൽ ഡിസീസുകളാണ്, ജീവിതശൈലി രോഗങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു 20 കൊല്ലത്തിന് ശേഷം ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടൊപ്പം തന്നെ അസുഖങ്ങൾ വന്നിട്ടുണ്ട്. ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ വരാനുള്ള കാരണം എന്താ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന 5 കാരണങ്ങളുള്ളൂ. ഈ 5 കാരണങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ രോഗങ്ങളൊന്നും വരില്ല. ഒന്ന്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, കുടിക്കുന്ന വെള്ളം, ശ്വസിക്കുന്ന വായു, പിന്നെ മൊബൈൽ ഫോൺ, ഇൻഡക്ഷൻ കുക്കർ, AC, ഫ്രിഡ്ജ്, നിന്നൊക്കെയുള്ള റേഡിയേഷൻ, നമ്മുടെ ടെൻഷൻ. ഇന്ന് നല്ല ഭക്ഷണം കഴിച്ചാണെന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഒന്ന് കൈപ്പൊക്കൂ പ്ലീസ്. നല്ല വെള്ളം കുടിച്ചു. ഭൂഗർഭജലം പോലും മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. 2 സെന്റിലാ വീട്. കിണറിന്റെ അടുത്ത് അപ്പുറത്തെ പറമ്പിലുള്ള സെപ്റ്റിക് ടാങ്ക്. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. കുടിക്കന്നെ, അല്ലെങ്കിൽ വെള്ളം കിട്ടുന്നത് കഴിക്കും അല്ലേ? റേഡിയേഷൻ. ഇന്ന് മൊബൈൽ ഇല്ലാത്ത ആരെങ്കിലും ജസ്റ്റ് ഒന്ന് കൈപ്പൊക്കോ? മഹാനൊന്നും കാണും ഇല്ല. റേഡിയേഷൻ അതിപ്രസരമാണ് ഇവിടെ. സെല്ലുലാർ ലെവലിൽ നമ്മുടെ കോശങ്ങളെ ഡാമേജ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് റേഡിയേഷൻ. അത് ഫോൺ മാത്രമല്ല, ഇൻഡക്ഷൻ കുക്കർ, AC, ഫ്രിഡ്ജ് എന്നൊക്കെ സ്റ്റാറ്റിക് ഇലക്ട്രിക്സ് പുറപ്പെടുവിക്കുന്നുണ്ട്.
അത് നമ്മുടെ ശരീരത്തിന് ഹാർംഫുൾ ആയിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നല്ല വായുവാണ് ശ്വസിച്ചത് ആണോ? ടെൻഷൻ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? പ്ലീസ് ഒന്ന് കാണാൻ. ഇല്ല. LKG പഠിക്കുന്ന കുട്ടിക്ക് ടെൻഷനാണ്, മാതാപിതാക്കൾക്ക് അതിന് വലിയ ടെൻഷൻ അല്ലേ? ഈ ഒരു 5 കാരണത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അല്ലെ കാട്ടിലും പോയി ജീവിക്കേണ്ടി വരും. ഈ ഒരു സംഭവത്തിൽ നിന്നുകൊണ്ട് തന്നെ, ഈ 5 കാരണങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ഒരു ജീവിതശൈലി വേണ്ട എന്നുണ്ടെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു പരിഹാരം പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ പ്രോഡക്റ്റുകളൊന്നും വേണ്ട. ഒരു ദിവസവും 3.5 കിലോ ഫ്രൂട്ട്സും വെജിറ്റബിളും ഓർഗാനിക് ആയിട്ടുള്ള ഗാർഡൻ ഫ്രഷ് ആയിട്ടുള്ള ഒരാൾ ഒരു ദിവസം കഴിച്ചാൽ മതി. നടക്കുവോ? പിന്നെ അത് പണിക്ക് പോകാനും കൂടെ സമയം ഉണ്ടാവില്ല, അത് കഴിക്കലാവും പണി അല്ലെ? ഭീമമായിട്ടുള്ള സിംഹഭാഗവും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന അതിനു വേണ്ടി ചെലവാക്കേണ്ടി വരും. ആ ഒരു അവസരത്തിലാണ് സുഹൃത്തുക്കളെ നമ്മുടെ പ്രോഡക്റ്റിന്റെ റെലവൻസ് വരുന്നത്. ഐപൾസ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഡക്റ്റ് 60 മില്ലി ഐപൾസ് ക്ലിനിക്കലി പ്രൂവൺ ആണ്, ശാസ്ത്രീയമായിട്ട് തെളിയിച്ചാൽ നിങ്ങൾക്ക് ഏത് ലാബിലും പോയി നിങ്ങൾ പരിശോധിക്കാം. ഓപ്പൺ ചലഞ്ച് ആണ്. 60 മില്ലി കഴിച്ചാൽ 3.5 കിലോ ഫ്രൂട്ട്സും വെജിറ്റബിളും കഴിച്ചതിന് തുല്യമായിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഗാർഡൻ ഫ്രഷ് ആയിട്ടുള്ള ഈ ഒരു ശരീരത്തിലേക്ക് നമുക്ക് ഭക്ഷണത്തിലൂടെ കിട്ടാത്തത് 27 മൂലകങ്ങൾ ഒരുമിച്ച് ഒരു ദിവസം വേണ്ടത് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ ശരീരം തന്നെ വന്നിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് ഒരു ക്വാളിറ്റി ലൈഫിലേക്ക് നമ്മുടെ ലൈഫിനെ കൊണ്ടുവരും. വേറെ ഒരു മാജിക്കും ഇല്ല ഇവിടെ. ശരീരത്തിലേക്ക് ഒരു ദിവസം വേണ്ടത് എന്താ? അത് കൊടുത്താൽ മതി തന്നെ. നമ്മുടെ ശരീരമാണ് നമ്മുടെ ഡോക്ടർ. അത് കിട്ടാത്തത് കൊണ്ട് വരുന്നതാണ് ജീവിതശൈലി രോഗങ്ങൾ. നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു രോഗം എന്താ? എല്ലാവർക്കും പറയാനുള്ള ക്യാൻസർ ആണ് അല്ലെ? ഏറ്റവും കൂടുതൽ മരിച്ചുകൊണ്ടിരിക്കുന്ന രോഗം ഏതാ? ഹാർട്ട് അറ്റാക്ക് ആണ്, കൊഴുപ്പടിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഷുഗർ വന്നിട്ട് എന്താണ് ഞരമ്പ് ചുരുങ്ങിയിട്ടാണ് ഈ അസുഖങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു എന്താ പറയാ ഹാർട്ട് അറ്റാക്ക് വരുന്നത്. എന്താണ് പ്രതിവിധി? ഒരു പ്രതിവിധിയും ഇല്ല. റെസ്പെറാട്രോൾ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിളും കഴിക്കാനാണ് ഡോക്ടേഴ്സ് പോലും പറയുന്നത്. റെസ്പെറാട്രോൾ റിച്ച് ആണ് നമ്മുടെ ഐപൾസ് എന്ന് പറഞ്ഞത്. ശാസ്ത്രീയമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻസർ സെല്ലുകൾ വളരാതിരിക്കണമെന്നുണ്ടെങ്കിൽ 3000 മുതൽ 5000 വരെ ഒറാക് വാല്യൂ ആന്റി ഓക്സിഡന്റ് നമ്മൾ ഒരു ദിവസം ശരീരത്തിലേക്ക് കൊടുക്കണമെന്നാണ്. എന്നാൽ നമ്മുടെ ഐപൾസ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റിന്റെ 60 മില്ലി കഴിച്ചാൽ 3000 മുതൽ 5000 അല്ല, 5000 മുതൽ 7000 വരെ ഒറാക് വാല്യൂ ആന്റി ഓക്സിഡന്റ് ശരീരത്തിലേക്ക്. ആ ശരീരത്തിൽ ക്യാൻസർ സെല്ലുകൾ വളരില്ല. സാധ്യതയുണ്ടോ? നമ്മുടെ പ്രോഡക്റ്റിന് 100% സാധ്യതയുണ്ട്. രോഗം വന്നിട്ട് ചികിത്സിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരൊന്ന് കൈവക്കും. ഇല്ല. രോഗം വരാണ്ട് നോക്കണം എന്ന് ആഗ്രഹിക്കുന്നവരൊന്ന് കൈവക്കൂ. രണ്ടുമില്ലാത്തവരുണ്ടാ? ഇതാണ് ഈ വെൽനസിന്റെ സാധ്യത സുഹൃത്തുക്കളെ. വെൽനസിന്റെ സാധ്യത ഷുഗർ വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ആദ്യം ചെയ്യുക? ഡോക്ടറെ അടുത്ത് പോകും. ഡോക്ടർ ഒരു പൊട്ട് ഗുളിക തരും. ഒരു പൊട്ട് ഗുളികയിൽ നിന്ന് 1, 2, 3 പിന്നെ ഇൻസുലിനിലേക്ക് മാറും. ഇൻസുലിന്റെ അളവ് കൂടി വരും. 5 വർഷം മരുന്ന് കഴിക്കാൻ തുടങ്ങിയാൽ അദ്ദേഹത്തിന്റെ കിഡ്നിയോ ലിവറോ ഹാർട്ടോ ബ്രെയിനോ നെർവ് സിസ്റ്റമോ കണ്ണോ ഇതിലേതെങ്കിലും ഒന്നിന് ബാധിക്കും. പിന്നെ അതിന്റെ ചികിത്സ, ആ ചികിത്സയിലാണ് പിന്നെ പോയിക്കൊണ്ടിരിക്കുക. അതിനിടയിൽ അവർക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട്, പാരലൈസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. ആ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു അവസരത്തില് നമ്മുടെ പ്രോഡക്റ്റ് ഐ കോഫി എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് റെവല്യൂഷണറി MLC ചെയ്തു വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു ഐ കോഫി എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്. രാവിലെ കഴിക്കുന്ന വൈകുന്നേരത്ത് കഴിക്കുന്ന കോഫിക്ക് പകരം ചായക്ക് പകരം ഈ ഒരു കോഫിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഷുഗർ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും റിവേഴ്സ് വരാൻ പറ്റും. ഷുഗർ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും റിവേഴ്സ് വന്ന് ഷുഗർ കൊണ്ട് മരുന്ന് ഏതാണോ കഴിക്കുന്നത് മരുന്നെല്ലാം പതുക്കെ നിർത്തിക്കൊണ്ട് മധുരമടക്കം ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് ഒരു ക്വാളിറ്റി ലൈഫിലേക്ക് വരാൻ പറ്റുന്ന കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ഏഷ്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് നമ്മുടെ ഐ കോഫി എന്ന് പറഞ്ഞ പ്രോഡക്റ്റാണ്. എല്ലാം ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ. സാധ്യതയുണ്ടോ? നമ്മൾ ചെയ്താലും ഇല്ലെങ്കിലും ഈ ബിസിനസ് ഇവിടെ നടക്കും. നമ്മൾ മാറി നിന്നാൽ നീറി പിന്നീട് മരിക്കേണ്ടി വരും. അതാണ് അവസ്ഥ വരുന്നത്. ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെ ഗൾഫിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു ബില്ല് പോലും വേണ്ടാത്ത പ്രോഡക്റ്റുകൾ നമ്മുടെ കയ്യിലുള്ളത്. സംസാരിക്കാൻ കഴിവുള്ള പ്രോഡക്റ്റുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് നാട്ടിൽ
നാട്ടിൽ എവിടെയും ഡയറക്ട് സെല്ലിംഗ് മുഖേനയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സെയിലിംഗ് വരുന്നത്. ഒരാൾ ഉപയോഗിച്ച് വോം എന്ന് പറയും, അതായത് വേർഡ് ഓഫ് മൗത്ത്, ആ ഒരു പബ്ലിസിറ്റിയിലൂടെയാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതാണ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് കൊണ്ട് തന്നെ ഡയറക്ട് സെല്ലിംഗ് മുഖേനയാണ് ഈ ഒരു ബിസിനസ് കൊണ്ടുപോകുന്ന കമ്പനി. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സാധാരണക്കാരന് ഒരു മുതൽ മുടക്കും ഇല്ലാതെ ഒരു ബിസിനസ് ചെയ്താൽ ജീവിതത്തിൽ രക്ഷപ്പെടുമെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ? പക്ഷെ ബിസിനസ്സിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്താണ്? ഒരു ട്രഡീഷണൽ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് മുതൽ മുടക്ക് വേണം അല്ലെ? ഒരുപാട് ഓവർ ഹെഡ്സ് ഉണ്ട്. എന്നാൽ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനായിട്ടുള്ള എന്നെ പോലുള്ള വ്യക്തികൾക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നുകൊണ്ട് ഒരു മുതൽ മുടക്കാതെ, സ്റ്റോക്ക് എടുത്ത് വെക്കാതെ, വാടക കൊടുക്കാതെ, കറണ്ട് ബില്ല് കെട്ടാതെ, CCTV ഇല്ലാതെ, ശമ്പളം കൊടുക്കാതെ, ടെറിട്ടോറിയൽ ലിമിറ്റ് ഇല്ലാതെ, ടാർഗറ്റ് ഇല്ലാതെ, കൊണ്ട് നടന്ന് വിൽക്കാതെ, നിങ്ങളുടെ ബിസിനസോ നിങ്ങളുടെ വിദ്യാഭ്യാസമോ നിങ്ങളുടെ എക്സ്പീരിയൻസോ ആണെന്നില്ലാതെ ഒരു സാധാരണ വ്യക്തിക്ക് ഒരു ബിസിനസ് ഇന്ന് ലോകത്ത് പ്രൂവായിട്ടുള്ള ഒറ്റ ഓപ്പർച്യൂണിറ്റികൾ സുഹൃത്തുക്കളെ, അതാണ് നിങ്ങൾ ഗവൺമെന്റാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് ജോലിയേക്കാളും ഹൈ ഡിഗ്നിഫൈഡ് പ്രൊഫഷൻ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് സുഹൃത്തുക്കളെ ഗവൺമെന്റാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റാണ് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഭാഗ്യവശാൽ ഒരു ഗവൺമെന്റ് അംഗീകരിച്ചുള്ള ഡയറക്ട് സെല്ലറാണ്. ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, ഫിനാൻസ് മിനിസ്റ്ററുടെ അണ്ടറിൽ വരുന്ന സ്ഥാപനമാണ്. അവരാണ് വ്യാപാരമായിട്ടുള്ള കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലേഴ്സിന് ട്രെയിനിങ് കൊടുത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ആ ഒരു രീതിയിലേക്ക് മാറി എല്ലാ യൂണിവേഴ്സിറ്റികളും ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞ പാഠ്യവിഷയമായി അടുത്ത വർഷങ്ങൾക്ക് മുതൽ 7ാം ക്ലാസ് മുതൽ സ്കൂളുകളിൽ നമ്മളെ പഠിപ്പിക്കാൻ പോകുന്ന ഒരു മേഖല ആണ് ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞ ഒരു മേഖല. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നടക്കുമോ ഇല്ലയോ. ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നതുകൊണ്ട് എന്റെ വരുമാനം ഈ ഒരു 5 വർഷം കഴിഞ്ഞു, 6 വർഷമാകുന്നു. ഈ ഒരു സമയം കൊണ്ട് 95 ലക്ഷത്തിന് മുകളിൽ ഈ ഒരു ബിഗ് സീറോ ആയിരുന്നു. അതിന്റെ ഒരു കാരണം എന്താണെന്നറിയോ? നേരായ സമയത്ത് നേരായ ബിസിനസ്, നേരായ ടീമിന്റെ കൂടെ നേരായ കമ്പനി നമുക്ക് കിട്ടി എന്നുള്ള നമ്മുടെ കമ്പനി നിങ്ങൾ കേട്ടു, ഇൻഡസ്ട്രിയൽ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ നമ്മുടെ കമ്പനി. ആ കമ്പനി ഇന്ന് ഇന്ത്യയില് ഡയറക്ട് സെല്ലിംഗ് കമ്പനികള് സ്വന്തമായിട്ട് 25,000 സ്ക്വയർ ഫീറ്റില് ബാംഗ്ലൂരിന്റെ ഹൃദയഭാഗത്ത് 25,000 സ്ക്വയർ ഫീറ്റില് സ്വന്തമായിട്ട് ബിൽഡിംഗ് ഉള്ള ഒരൊറ്റ കമ്പനിയുള്ളൂ. അതാണ് ഞാനിപ്പോ 2 പ്രോഡക്റ്റ് പറഞ്ഞത് അല്ലെ. 2014 ഐ പൾസ് ഇറങ്ങിയത്, 2015 ഐ കോഫി എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ഇറങ്ങിയത്. ബാക്കി നിങ്ങളെ ലീഡേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുക. എല്ലാം ഒന്നിനൊന്ന് മെച്ചമുള്ള പ്രോഡക്റ്റുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ 2 പ്രോഡക്റ്റ് വെച്ചിട്ട് 2016 ഫിക്കി ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി നടത്തിയിട്ടുള്ള ഒരു അച്ചീവേഴ്സ് കോൺഫറൻസിൽ ഇന്ത്യയിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇന്ത്യൻ കമ്പനികളുടെ എക്സലൻസ് അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഒരുപാട് ആൾക്കാർ ഓട്ടോ ഡ്രൈവർമാരുണ്ടായിരുന്നു, ബിസിനസ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു, വീട്ടമ്മമാരുണ്ടായിരുന്നു, വിഡോസ് ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ നിങ്ങൾ അച്ചീവേഴ്സ് ആയിട്ട് കണ്ടു അല്ലേ? ഇവരൊക്കെ ഇതേപോലെ ഒരേ മാതിരി ഈ ഒരു അച്ചീവേഴ്സ് ഒക്കെ ആക്കാനുള്ള കാരണം എന്താണെന്നറിയോ? കമ്പനി ജീവിതത്തിൽ എങ്ങനെ വിജയിക്കണം എന്ന് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നമുക്ക് പഠിപ്പിച്ചു തരുന്നില്ല. പഠിപ്പിക്കുന്നുണ്ടോ സ്കൂളിൽ നിന്ന്? അല്ലേ? കെമിസ്ട്രിയും ബയോളജിയും ഫിസിക്സും എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൽ എങ്ങനെ വിജയിക്കണം എന്ന് ഇതുവരെ ആരും പഠിപ്പിച്ചിട്ടില്ല. അത് പഠിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് നമ്മുടെ കമ്പനിക്ക്. അതാണ് വൈബ്രന്റ് വിവ എഡ്യൂക്കേഷൻ അതിലേക്കാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. നിങ്ങൾക്കൊരു കഴിവും വേണ്ട, ജീവിതത്തിൽ രക്ഷപ്പെടണം എന്നൊരു ആഗ്രഹം നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വന്നുകൊണ്ട് ഏത് സാധാരണ വ്യക്തിക്കും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ആയിട്ട് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ഇന്ന് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നല്ല ദിവസമാണ് ഇന്നലെ, ഓണമാണ്, നിബന്ധനത്തിന് തലേന്നാണ് അല്ലെ? ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്നെ കേൾപ്പിച്ചപ്പോ രാജേഷ് കുമാർ സാറിന്റെ കൂടെ നിന്നുകൊണ്ട് എന്റെ സുഹൃത്ത് രാജേഷ് കുമാർ സാർ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇന്ന് ബ്ലാക്ക് ഡയമണ്ട് അംബാസിഡർ ആണ്. ബിസിനസ്
കേൾക്കുന്ന സമയത്ത് അദ്ദേഹം പരപ്പനങ്ങാടി പുത്തിരിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് 5000 രൂപക്ക് വാടകയ്ക്ക് താമസിക്കുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇന്ന് 72 ലക്ഷത്തിന്റെ BMW ഇറക്കി കഴിഞ്ഞ മാസം. 1 കോടിയുടെ സ്വന്തമായിട്ട് വീടുണ്ടാക്കി കഴിഞ്ഞ മാസം. ഗവൺമെന്റിന് ടാക്സ് കൊടുത്തുള്ള ആരെയും വച്ചിരിച്ചതല്ല, ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ അവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഈ ഓപ്പർച്യൂണിറ്റി കാണിച്ചു കൊടുത്തുകൊണ്ട് ഒരുപാട് ആളുകളുടെ ആരോഗ്യത്തിൽ ഇടപെട്ടുകൊണ്ടാണ് ഈ വരുമാനം ഉണ്ടാക്കുന്നത്. ഒരുപാട് ആളുകൾക്ക് വരുമാനം വാങ്ങിക്കൊടുത്തുകൊണ്ടാണ് വരുമാനം ഉണ്ടാക്കുന്നത്. സുഹൃത്തുക്കളെ, ചിന്തിക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, നമുക്ക് വീട്ടില് ആരും കൊണ്ടു തരില്ല. ദൈവം നിനക്കൊരു ഓപ്പർച്യൂണിറ്റി ഇതാ എന്ന് പറഞ്ഞിട്ട് ഇമെയിൽ അയക്കോ, കൊറിയർ അയക്കോ, വാട്സപ്പ് അയക്കോ? ഇല്ല. ഒരു നിമിത്തമാണ്. അന്ന് എന്നെ രാജേഷ് കുമാർ സാർ വിളിച്ചപ്പോ എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. വിളിച്ചിട്ടില്ലായിരുന്നെങ്കിലോ ഞാൻ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലോ ഏതെങ്കിലും ഹോട്ടലിലോ ക്യാഷിലോ സപ്ലയറോ ആയിട്ട് നിൽക്കുന്നുണ്ടാവും. ഇന്നൊരു സെലിബ്രിറ്റി ഞങ്ങൾ കണ്ടുല്ലേ? ഞാനിങ്ങനെ ആലോചിക്കും, ഈ ഒരു സാധാരണക്കാരന് 10ാം ക്ലാസ്സാണ്, ഗുസ്തി പോലുമില്ല. ആലോചിച്ച് നോക്കിയേ, എനിക്കൊക്കെ ഇങ്ങനെ വിജയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരൊക്കെയാണ് സുഹൃത്തുക്കളെ വിജയിക്കാണ്ടിരിക്കാൻ പറ്റുക? നിങ്ങളെ വിജയിപ്പിച്ചിരിക്കും ഈ ഒരു കമ്പനി. നമ്മൾ പറയാറുണ്ട് അല്ലെ, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, താൻ പാതി ദൈവം പാതി. ഈ ഒരു ദിവസം നിങ്ങൾ നിങ്ങളുടെ ഡയറിയിൽ മാർക്കർ കൊണ്ട് എഴുതി വെക്കണം. ഈ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ മറക്കില്ല. നിങ്ങളെ ബിസിനസ് ഏറ്റെടുത്താലും ഇല്ലെങ്കിൽ ഏറ്റെടുത്താൽ 3 വർഷം കൊണ്ട് 1000 ദിവസം കൊണ്ട് ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചാൽ ഉണ്ടാക്കാവുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അന്ന് നിങ്ങൾ പറയും, ആ ഒരു ദിവസം, ആ ഒരു ഓണത്തിന് നബിദിനത്തിന്റെ തലേ ദിവസം എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയോണ്ടാണ് ഞാൻ ഇന്ന് വിജയിച്ചത് എന്ന് നിങ്ങൾ അന്ന് പറയും. 3 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റെടുത്തിട്ടില്ലെന്നുണ്ടെങ്കിലും നിങ്ങളത് മറക്കൂല. അന്ന് ഞാൻ ഏറ്റെടുത്തിരുന്നുവെങ്കിൽ അവരെയൊക്കെ പോലെ എന്റെ കൂടെ ഈ ഒരു പ്രോഗ്രാം കേട്ടവരൊക്കെ സ്റ്റാർട്ട് ചെയ്തു, അവരെല്ലാം വിജയിച്ചു. എനിക്കും അന്ന് വിജയിക്കാമായിരുന്നു. എന്റെ പൊട്ടബുദ്ധിയിൽ അത് തോന്നിയില്ല എന്ന് നിങ്ങൾ വിലപിക്കുന്ന ഒരു ദിവസമായിരിക്കും 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾ അത് ഏറ്റെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. താൻ പാതി ദൈവം പാതി, ദൈവത്തിന്റെ പാതി വളരെ മനോഹരമായിട്ട് ഇന്ന് ഇവിടെ ചെയ്ത് കഴിഞ്ഞു. ദൈവം ഓപ്പർച്യൂണിറ്റി കേൾപ്പിക്കുക എന്നുള്ള പാതി ഇനി നിങ്ങളുടെ പാതിയാണ്. നല്ലൊരു തീരുമാനം എടുക്കുക എന്നുള്ള പാതി. നല്ലൊരു തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1000 ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സുഹൃത്തുക്കളെ ഇത്. അത് നിങ്ങൾ തള്ളിക്കറയരുത്. ഞങ്ങളുടെ കൂടെ കയറി നിന്നാൽ നമുക്ക് ഒരുമിച്ച് വിജയിക്കാം. വിഷ് യു ഓൾ സക്സസ്.